ഹലോ നമസ്കാരം. ഹോല വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ്റ് വിസ അപ്ഡേറ്റ്സ് ആണ്. നിങ്ങൾക്കറിയാം, നമ്മൾ കുറച്ച് നാളായി വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട്. ഞങ്ങളിപ്പോൾ നാട്ടിലാണുള്ളത്. നമ്മുടെ ഫെബ്രുവരി ഇൻടേക്കിലേക്കുള്ള സ്റ്റുഡൻസിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാനും അവരുടെ യാത്ര സുഗമമാക്കാനും അവരുടെ പ്രീ ഡിപ്പാർച്ചർ വെബിനാർ കണ്ടക്ട് ചെയ്യാനും ഒക്കെ ആയിട്ടാണ് നാട്ടിലെത്തിയത്. അപ്പോൾ ആ പരിപാടികളെല്ലാം ശുഭമായി തന്നെ അവസാനിച്ചിരിക്കുന്നത്. നമ്മുടെ ഫെബ്രുവരി ഇൻടേക്കിലുള്ള എല്ലാ കുട്ടികളും ഓസ്ട്രേലിയയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും വിസ വന്നു. 100% വിസ സക്സസ് ആസ് യൂഷ്വൽ. നമുക്ക് ഉണ്ടായിരുന്ന പോലെ തന്നെ 100%. ഇപ്രാവശ്യം കുറച്ച് എളുപ്പമായിരുന്നു. വേറെ പല ഏജൻസികളും പറയുന്നത് നമുക്ക് കേൾക്കാം, ഇപ്പം 100% വിജയം അവർക്കും കൈവരിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പം ഇപ്രാവശ്യം ലിബറൽ ആയിരുന്നു കുറേയൊക്കെ. എന്നാലും പ്രോസസ്സിങ്ങിൻ്റെ കാര്യത്തിൽ, ഡോക്യുമെൻറ്റ് കളക്ഷൻ്റെ കാര്യത്തിൽ യൂണിവേഴ്സിറ്റീസ് വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു എന്നുള്ള ഫാക്റ്റ് നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ നമ്മളത് തുടർന്ന് വന്നുകൊണ്ടിരുന്നതുകൊണ്ട് നമുക്ക് ഒട്ടും ബുദ്ധിമുട്ടുണ്ടായില്ല. നമ്മുടെ കുട്ടികൾക്കും അത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി ഈ ജേർണി. ആൻഡ് ജൂലൈ ഇൻടേക്കിലേക്ക് ഒട്ടനവധി ആപ്ലിക്കേഷൻസ് നമുക്ക് വരുന്നുണ്ട്. ഒത്തിരി പേര് നമ്മളെ റെഫർ ചെയ്യുന്നുണ്ട്. ഇപ്രാവശ്യം പോയവരും എൻ്റെ ഓസ്ട്രേലിയ കമ്മ്യൂണിറ്റിയിലുള്ളവരുമൊക്കെ നമ്മൾ തരുന്ന സേവനങ്ങളെ അവർ വാല്യൂ ചെയ്യുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അപ്പോൾ നമ്മുടെ ജൂലൈ ഇൻടേക്കിൻ്റെ വർക്കുകൾ തകൃതിയായി നടക്കുന്നു. എല്ലാവർക്കും സ്വാഗതം. ആപ്ലിക്കേഷൻസ് ഇടാനും പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ കൗൺസിലിങ്ങിന് വേണ്ടിയുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഡിസംബർ 2024 അവസാനമൊക്കെ ആയപ്പോഴത്തേക്കാണ് ഈ വിസ ചേഞ്ചസ് ഓസ്ട്രേലിയയിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, വിസ പ്രോസസ്സിങ് ടൈമിനെ പറ്റിയാണ് പറയുന്നത്. ഫാസ്റ്റായിട്ട് വിസ പ്രോസസ്സിങ് ഇപ്പം നടക്കുന്നുണ്ടെങ്കിലും ഓൺ എ സ്കെയിൽ പറയുമ്പോൾ 90% ഓഫ് ദ വിസാസ് മൈ ടേക്ക് അപ് ടു 4 months എന്നാണ് IMMIയുടെ സൈറ്റിൽ പറയുന്നത്. പക്ഷേ നമുക്ക് ഹോല വേൾഡിൽ കാണുന്ന ഒരു കാഴ്ച 2 ആഴ്ച കൊണ്ട് നമുക്ക് പലർക്കും വിസ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്ന ഒരു ടൈം ലൈൻ 8 വീക്സിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കുക. നിങ്ങൾ വിസയ്ക്ക് ലോഡ് ചെയ്യുന്നത് 8 ആഴ്ചയെങ്കിലും സമയം കൊടുക്കുക. അതായത് 8 ആഴ്ച എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, 2 മാസം സമയമെങ്കിലും കൊടുത്ത് വേണം പ്രിപ്പയർ ആവാൻ. അപ്പോൾ കാലേ കൂട്ടി ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് വിസയ്ക്ക് തയ്യാറാകുക. പിന്നെ ഇത്ര നാൾ നടന്നുകൊണ്ടിരുന്നൊരു പ്രവണതയുണ്ട്. വിസ നമ്മൾ നേരെ ഫയൽ ചെയ്യുന്നു, അതിനുശേഷം പുറകെ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുന്നു. ഈവൻ COE പോലും കിട്ടാതെ വിസ ഫയൽ ലോഡ് ചെയ്തിട്ട് പുറകെ COE സബ്മിറ്റ് ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്, ഓൺ ഷോറും ഓഫ് ഷോറും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇനി പണി കിട്ടും. അപ്പോൾ ഏജൻസികൾ, നിങ്ങൾ ഏത് ഏജൻസി വഴിയാണോ പോകുന്നത്, അവരെ ഇതിനെപ്പറ്റി ബോധ്യമുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. കാരണം ഇത്രയും നാളും വന്ന രീതിയിലല്ല, ചിലപ്പോൾ ട്രഡീഷണൽ ഏജൻസികൾ വർക്ക് ചെയ്ത് വരുന്ന സ്റ്റൈലിൽ അവർ പുതിയ അപ്ഡേറ്റ്സ് അറിഞ്ഞില്ല എന്ന് വരും. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ വിസ റിജക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. അതായത് COE കിട്ടിയതിന് ശേഷം ഒരു തവണ നമ്മൾ വിസ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എഡിറ്റ് വരുത്താനോ വീണ്ടും ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനോ ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല. ഇത് വളരെ വലിയ ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ്. മേക്ക് ഷുവർ യു ചൂസ് ദ റൈറ്റ് ഏജൻസി ആൻഡ് റൈറ്റ് കൗൺസിലേഴ്സ്. സോ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങളുടെ ഏജൻസിയുമായിട്ട് സമീപിക്കുമ്പോൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുക്കണം. അത് അല്ലാതെ അവർ പറയുമ്പോൾ വിസ സ്റ്റേജ് അല്ലേ, അവർ പറയുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം കൃത്യമായി കൊടുത്തിരിക്കണം. അത് ഉറപ്പാക്കുക. അതിന് ശേഷം മാത്രമേ നിങ്ങളുടെ കാർഡിൽ നിന്ന് ഫീ പേയ്മെൻറ്റ് പോകൂ എന്ന് ഉറപ്പാക്കുക കേട്ടോ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ വിസ പ്രോസസ്സിങ്ങിൻ്റെ ടൈം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുമ്പോഴേക്കും ദിസ് ഇസ് ജസ്വിൻ സൈനിങ് ഔട്ട് ഫ്രം ഹോല വേൾഡ് യൂട്യൂബ് ചാനൽ. Thank you.